ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദേവിക. സോ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേനും ഒരു അടിപൊളി റിസൾട്ട് ആയിരുന്ന ഒരു ടാൻ റിമൂവൽ ഫേസ് പാക്കാണ്. ഫേസ് പാക്ക് അല്ല, നമുക്ക് ഒരു ബോഡി പാക്കായിട്ടും ഫേസിലായാലും നമുക്ക് ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നമുക്ക് ഓൾ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്ത് ചില ഇൻഗ്രീഡിയൻസ് മാറ്റി ആയാലും ഒരു ഓൾ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കിടിലം ഫേസ് പാക്കാണ്. നമുക്കൊരു 1-2 യൂസിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് റിസൾട്ട് കാണുന്ന ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ അത്യാവശ്യം എല്ലാവരുടെ വീട്ടിലും കാണപ്പെടുന്ന കുറച്ച് സാധനങ്ങൾ തന്നെയാണ്. അങ്ങനെ ഭാരിച്ച സാധനങ്ങളോ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങളോ അങ്ങനെ ചിലവൊന്നും അധികം ഇല്ലാത്ത നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അത്യാവശ്യം പെൺകുട്ടികൾ ഫേസ് പാക്ക് ഒക്കെ ഇടുന്ന പെൺകുട്ടികളുടെ വീട്ടിൽ എന്തായാലും ഉറപ്പായിട്ടും കാണുന്ന കുറച്ച് സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഈ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് എൻ്റെ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. ഒറ്റ വട്ടത്തേക്ക് യൂസ് ചെയ്യാനുള്ളൂ. അതൊരു അത്യാവശ്യം ഡാർക്ക് ബ്രൗൺ ആവും വരെ, ഈ ഒരു കളർ ആവും വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ മഞ്ഞപ്പൊടി വറുത്തെടുത്തിട്ട് വന്നു. ഈ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചൊരു ലൈറ്റർ കളറായിട്ട് തോന്നും, പക്ഷെ ഒരു ബ്രൗൺ കളറാണ്. അത്രയും അത്യാവശ്യം ഒരു കരിഞ്ഞ് തുടങ്ങുന്ന ആ ഒരു ടൈം വരെ അത്യാവശ്യം നല്ല രീതിക്ക് വറുത്തെടുക്കുന്ന ഒരു മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ ഈ കരിഞ്ഞ് തുടങ്ങുമ്പോഴത്തേനും ഒരു ബ്രൗണിഷ് കളർ വരുമല്ലോ, ആ ഒരു കളർ എത്തുമ്പോഴത്തേനും നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു വറുത്ത മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്. നമ്മൾ ഈ പച്ച മഞ്ഞൾ എടുത്തിട്ട് അത് കഴുകി പൊടിച്ച് എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ വേറെ മഞ്ഞളില്ല എങ്കിൽ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നതും കുഴപ്പമില്ല, എന്നാലും ഓക്കെയാണ്. അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അത്യാവശ്യം നല്ല രീതിക്ക് വറുത്തിട്ട് ഈ ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഇതിൽ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോഴത്തേനും കോഫി പൗഡറാണ്. എൻ്റെ പേഴ്സണലി ബ്രൂ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എനിക്ക് ബ്രൂ യൂസ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്നിട്ടുള്ളത്. ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു കോഫി പൗഡറേ ഉള്ളൂ. സോ നമ്മൾ ഒരു സ്പൂൺ കോഫി പൗഡർ എടുക്കാം. നമ്മളിപ്പോൾ എത്ര മഞ്ഞ എടുത്തോ ആ ഒരു സെയിം ക്വാണ്ടിറ്റി കോഫി പൗഡർ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതെന്ന് പറയുമ്പോഴത്തേനും കടലമാവാണ് ഗൈസ്. ഇത് കോഫിയിൽ കുറച്ച് മിക്സായ കടലമാവാണ്, അതുകൊണ്ടാണ് ചെറിയൊരു കളർ ചേഞ്ച് വരുന്നത്. സോ കുഴപ്പമില്ല, കടലമാവ് എടുക്കുക. കടലമാവ് നമ്മൾ നേരത്തെ കോഫി പൗഡറൊക്കെ എടുത്ത ഒരു സെയിം ക്വാണ്ടിറ്റി തന്നെ എടുത്താൽ മതി. ഒരല്പം കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല കടലമാവ്. കാര്യം കടലമാവ് കുറച്ച് ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരിതാണ്. ആൻഡ് ഡ്രൈ സ്കിൻ ഉള്ളവർ കടലമാവ് കുറച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം അത് നമ്മളെ ഫേസിലെ ഈ സെബം കുറച്ച് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. സോ അത് കടലമാവ് കുറച്ച് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഈ ഫേസ് പാക്കിൽ മിക്സ് ചെയ്യുന്നത് ടൊമാറ്റോയുടെ ജ്യൂസാണ് ഗൈസ്. കുറച്ച് കൂടുതൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. മൊത്തം ടൊമാറ്റോയുടെ ജ്യൂസിൽ മിക്സ് ചെയ്യേണ്ട കുറച്ചെടുക്കുക. ഒരു 1-2 സ്പൂൺ എടുക്കുക. കുറച്ചൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തത് കോഫി പൗഡർ, മഞ്ഞൾപ്പൊടി, കടലമാവ്, ഇത്രയാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തത്. ആൻഡ് പിന്നെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ എടുത്തത് ടൊമാറ്റോ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഓയിലി സ്കിൻ അല്ലാത്തവർക്ക് തൈര് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പാല് യൂസ് ചെയ്യാം. എൻ്റെ കുറച്ച് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്യുന്നു. ഞാൻ വെള്ളം തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു സ്കിന്നൊരു യെല്ലോ ടിൻറ്റ് വരും. ഇതിട്ട് കഴുകി കഴിഞ്ഞിട്ട് അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേനങ്ങ് മാറിക്കോളും. പക്ഷെ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് ഗൈസ്. മസ്റ്റ് ട്രൈ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് വന്നിട്ട് ഉടനെ അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്ത് നോക്കണം. കറക്റ്റ് റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു പാക്കാണ് ഇതെന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ വേണമെങ്കിൽ നമ്മുടെ നാരങ്ങ നീരിൻ്റെ ജ്യൂസ് യൂസ് ചെയ്യാം. പക്ഷെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പം എൻ്റെ കുറച്ച് സെൻസിറ്റീവ് സ്കിന്നാണ്, സോ ഞാനത് സ്കിപ്പ് ചെയ്യുന്നു. ഞാൻ ഇതിലിപ്പോൾ വെള്ളവും ടൊമാറ്റോയുടെ പൾപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്കിതിൽ പൊട്ടറ്റോയുടെ ജ്യൂസ് ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു സ്റ്റാർച്ചിൻ്റെ ആ ഒരു കണ്ടന്റ് വരുന്ന ജ്യൂസ്, അത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താലും അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. സോ ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്ത് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം.
ഇതിൻ്റെ മെയിനായിട്ട് പറയുന്ന ഒരു യൂസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട്, കാര്യം എനിക്കത് പേഴ്സണലി അത്ര ഇഷ്ടമല്ല, ഒരു മഞ്ഞ ടിൻറ്റ് വരും നമ്മുടെ സ്കിന്നിന്, ഒരു മഞ്ഞ ടിൻറ്റ് നമ്മളിത് കഴുകി കളയുമ്പോഴത്തേനും വരും. പക്ഷെ അല്ലാതെ അടിപൊളിയാണ്, അത്യാവശ്യം നല്ല രീതിക്ക് ടാൻ റിമൂവ് ആക്കുന്നതാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എൻ്റെ ഫേസിൽ അധികം ടാൻ ഇല്ല, എന്നാലും നിങ്ങൾക്ക് ആ ഒരു ബ്രൈറ്റ്നെസ് പെട്ടെന്ന് ഫീലാവും. സോ ഞാൻ അതാണ് ലൈവായിട്ട് തന്നെ കാണിച്ചു തരുന്നത്. അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ ഇടുക. ഇട്ടിട്ട് ഒരു 15 മിനിറ്റ്സ്. ഒരുപാട് ഡ്രൈ ആക്കട്ടെ. നമ്മൾ ഏത് ഫേസ് പാക്ക് ഇടുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേനും നമ്മളതങ്ങ് എന്താ പറയുക, അതങ്ങ് ഡ്രൈ ആയി അപ്പം നമ്മൾ പണ്ട് വിചാരിക്കും എത്രയും ഡ്രൈ ആവുന്നു അത്രയും എന്താ പറയുക നമുക്ക് അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഭയങ്കര ഡ്രൈ ആവാനായിട്ടൊക്കെ ഒരു 80% ഒക്കെ ഡ്രൈ ആകുമ്പോഴത്തേനും 80 to 75% ഡ്രൈ ആകുമ്പോഴത്തേനും നമ്മൾ ഏത് ഫേസ് പാക്ക് ആയാലും കഴുകി കളയാനായിട്ട് ശ്രദ്ധിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ആ ഒരു നാച്ചുറൽ ഓയിൽ ഉണ്ടല്ലോ അതൊക്കെ പോകുന്നതാണ്. നമ്മുടെ സ്കിന്നിന് ഒരുമാതിരി എന്താ പറയുക ആ ഒരു ഗ്ലോ ഇല്ലാണ്ടാവും. കറക്റ്റ് രീതിക്ക് എല്ലാ ഫേസ് പാക്കും യൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ റിസൾട്ടും അത്രയും അടിപൊളിയായിരിക്കും. നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുഖത്തൊരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള ലെയറായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ണിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്യണ്ട, കാര്യം ഒരു സെൻസിറ്റീവ് റീജിയനാണ് അതെന്ന് പറയുന്നത്. സോ നമ്മൾ അവിടെ അവോയ്ഡ് ചെയ്തിട്ട് മുഖത്ത് മൊത്തം ഒരു തിക്ക് ലെയർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും ഗൈസ്. പിന്നെ നമുക്കിത് ബോഡി ഫുള്ളായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നമ്മളിപ്പോൾ കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും ടാൻ ഉണ്ടെങ്കിലും നല്ല രീതിക്ക് റിമൂവ് ആവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ബ്രൈഡ് ആണെങ്കിൽ ഒരു 1 month കണ്ടിന്യൂസ്ലി ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ചേഞ്ച് നിങ്ങളുടെ സ്കിന്നിൽ കാണാനായിട്ട് പറ്റും. ആൻഡ് ഇത് നമ്മൾ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു മസാജ് കൊടുത്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ 80 to 75% ഡ്രൈ ആയാൽ മതി. ജസ്റ്റ് ഒരു മസാജ് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി കളയുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ ഒരു ഫേസ് പാക്ക് തരുന്നതാണ്. സോ ഞാനൊരു 10 to 12 minutes മുഖത്ത് വെച്ചിട്ട് ഡ്രൈ ആയി വാഷ് ചെയ്ത് ലൈവായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരുന്നതാണ്. അത്യാവശ്യം നല്ല രീതിക്ക് റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണ്. ഞാൻ കാര്യം ഒരു ഡെയിലി ബേസിസ് യൂസ് ചെയ്യത്തില്ല, ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. ഞാൻ കറൻ്റ് ഇപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ നീമിൻ്റെ ഫേസ് പാക്ക് യൂസ് ചെയ്യാറുണ്ട്. അത് പിമ്പിൾ മാറാനായിട്ട്. ഇത് യൂസ് ചെയ്തിട്ട് പിമ്പിൾ മാറുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പിമ്പിൾ വന്ന മാർക്സ് ഒക്കെ ഒന്ന് ഫെയ്ഡ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. മെയിൻലി ഇത് ടാൻ റിമൂവലാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫേസ് പാക്കിൻ്റെ പ്രധാന ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴത്തേനും. സോ ഒരു 10 to 12 minutes കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് ഞാനൊരു 10-12 minutes കഴിഞ്ഞിട്ടാണ് വന്നത്. ഒരു 10 minute വെച്ചാൽ മതി കേട്ടോ. എൻ്റെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, സോ കുറച്ച് സമയം താമസിച്ചു പോയി. സോ ഞാൻ റിസൾട്ട് ഇപ്പോൾ ഒന്ന് വൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. സമയം താമസിച്ചു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ചെറുതായിട്ട് പക്ഷേ നമ്മളെ ഒരു 80% ഡ്രൈ ആയാൽ മതി. ഇതിപ്പോൾ ഒരു 85% ഡ്രൈ ആയിട്ടുണ്ട് ഗൈസ്. സോ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നില്ല, കാര്യം ഒരു യെല്ലോ ടിൻ്റ് ഉണ്ട്, അപ്പോൾ അത് കാണിച്ചു തരാനായിട്ട് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് വാഷ് വെച്ചും കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരു മഞ്ഞ ടിൻ്റ് ഉണ്ട്, കഴുത്തിലെ ഇവിടത്തെയും കളർ വ്യത്യാസം കണ്ടോ, ഒരു മഞ്ഞ ടിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രൈറ്റ്നെസ് നമ്മളെ മുഖത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫേസ് വാഷ് വെച്ച് കഴുകിക്കളയാണെങ്കിൽ ആ ഒരു മഞ്ഞ ടിൻ്റ് മാറുന്നതാണ്. ഞാൻ ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്തിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. സോ ഇതാണ് ഗൈസ് ഫേസ് വാഷ് വെച്ച് കഴുകിയതിന് ശേഷം അത്യാവശ്യം നല്ല രീതിക്ക് ബ്രൈറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല, അത്യാവശ്യം നല്ല രീതിക്ക് ബ്രൈറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു യെല്ലോ ടിൻ്റ് നിൽക്കുന്നുണ്ട്. നമ്മളത് ജസ്റ്റ് ഒരു 1 to 2 വാഷ് കഴിയുമ്പോഴത്തേനും അതൊന്ന് മാറിക്കോളും. പക്ഷെ അതിൻ്റെ കൂടെ നമ്മുടെ ടാനും റിമൂവ് ആവുന്നതാണ്.
നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്, ഒരു വെട്ടം വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് വൈകിട്ടാണ് ഫംഗ്ഷൻ എങ്കിൽ നമ്മളൊന്ന് രാവിലെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിക്കളയാം. അപ്പം നമുക്കൊരു യെല്ലോ ടിൻറ്റ് കാണാം. അപ്പോൾ വൈകിട്ടത്തേക്ക് ഒന്നുകൂടെ ഫേസ് കഴിക്കുമ്പോഴത്തേനും കറക്റ്റ് നല്ലൊരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിൽ അത്യാവശ്യം നല്ല രീതിക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പോഴ്സൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുവാണ് ഫേസ്. പക്ഷെ ഒരു യെല്ലോ ടിൻ്റ് ഉണ്ട്, അതിനെ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ആ ഒരു യെല്ലോ ടിൻ്റ് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മളൊരു 1 to 2 വാഷ് കഴിയുമ്പോഴത്തേനും കംപ്ലീറ്റ്ലി പോകുന്നതാണ്. കാര്യം നമ്മൾ മഞ്ഞ യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോഴത്തേനും ആ ഒരു യെല്ലോ ടിൻ്റ് എന്തായാലും വരും. പക്ഷെ ആ ഒരു മഞ്ഞ വറുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മുഖത്തുണ്ടാകുന്ന ഒരു ബ്രൈറ്റ്നെസ്, അതാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ കോഫി പൗഡർ നമ്മൾ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മളതിൽ യൂസ് ചെയ്യുന്ന ടൊമാറ്റോയുടെ പൾപ്പ്, അതുപോലെ തന്നെ കോഫി പൗഡർ, ഇതൊക്കെ ടാൻ റിമൂവിനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഹോം റെമഡീസിൽ വരുന്ന കുറച്ച് സാധനങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മഞ്ഞ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ടിൻറ്റ് വരുന്നത്. പക്ഷെ എനിക്ക് ആ ടിൻറ്റ് അത്ര ഇഷ്ടമല്ല. കാര്യം നമ്മൾ എന്താ ഫേസും കഴുത്തും വേറെ വേറെ കളറായിട്ടിരിക്കും കുറച്ച്. പക്ഷെ അത് ഈ ഒരു കുറച്ച് ടൈമിലത്തേക്ക് മാത്രമേ ഉള്ളൂ. നമ്മളൊരു 1-2 വാഷ് കഴിയുമ്പോഴത്തേനും അതങ്ങ് കറക്റ്റായിട്ട് നമ്മൾ ടാനൊക്കെ റിമൂവായി അത്യാവശ്യം നല്ല ക്ലീൻ സ്കിന്ന് തരുന്നതാണ്. ഇപ്പം എനിക്ക് ആ ഒരു പോഴ്സ് ഇങ്ങനെ ക്ലീൻ ആയതിൻ്റെ നല്ല ഒരു ഇത് ചേഞ്ച് അറിയാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഒരുപാടങ്ങ് ഡ്രൈ ആക്കുന്നതുമില്ല, ഫേസ് ഒരുപാടങ്ങ് ഡ്രൈ ആക്കുന്നതുമില്ല. എന്ന് ഞാൻ പാലോ തൈരോ ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് ആ ഒരു ഓയിലി സ്റ്റിക്കിയോ ഒരു ഫീലും ഇല്ല. ഓയിലി സ്കിന്നാണെങ്കിൽ നമ്മൾ വെള്ളം യൂസ് ചെയ്യുക. അല്ല ഡ്രൈ സ്കിന്നാണ്, എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നാണെങ്കിൽ തൈരോ പാലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഹോം റെമഡിയാണ്. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ അത്യാവശ്യം നല്ല രീതിക്ക് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഫേസ്. നമുക്ക് കൈയുടെ കൈപ്പത്തിയിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. സോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കളർ ഡിഫറൻസ് അറിയാനായിട്ട് പറ്റും. സോ അത് കഴിഞ്ഞിട്ടൊന്ന് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ്. ബോഡി ഫുള്ളായിട്ടായാലും നമുക്കൊരു ഫേസ് പാക്കായിട്ട് മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണിത്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.